ഞങ്ങൾക്ക് നോമ്പ് തുറന്നാലെന്താണ് 24 പറയും അങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിൽ കൊടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിലാക്കി കുട്ടിക്ക് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോഴേ നമ്മുടെ ഇക്കാടെ വീട്ടിൽ നോമ്പുതറ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ സാറ്റർഡേ ആയിരുന്നു കേട്ടോ നമ്മൾ സുൽത്താൻ്റെ വീട്ടിൽ നോമ്പുതറ. അപ്പോൾ എല്ലാവരും ഓരോ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഫ്രൂട്ട്സ് കൊണ്ടുവരാമെന്നുള്ളത്. ഇവിടെ കണ്ണു ഇറക്കാൻ കണ്ണു വിളിച്ചിട്ട് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനിമളെ കൂടെ ചെറിയ കുട്ടിയായിരിക്കും. അപ്പൊ ഇനിമളെ കുറച്ച് തടി കുറഞ്ഞോ? തടി കുറഞ്ഞൂടെ? തടി കുറഞ്ഞിട്ടില്ലേ? എനിക്ക് അങ്ങനെ അതാ പാൻറ് ഇട്ടാലാണ് തടി വരുന്നത്. അപ്പൊ ഇന്നുമോൾക്ക് ഇന്നാണ് ലീവ് കിട്ടിയത് കേട്ടോ. അതാണ് അർജന്റായിട്ട് സാറ്റർഡേ തന്നെ നോമ്പുതുറ വെച്ചത്. അപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ ജാസ്മിൻകുട്ടി അമ്മച്ചി വാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജാസ്മിൻകുട്ടി സ്പ്രിംഗ് റോളും അതുപോലെ കുഞ്ഞു സുഖീനും പിന്നെ അമ്മച്ചിക്കുള്ള മീൻകറിയും ചോറും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെന്തല്ലേ ഞാൻ മെയിൻ കോഴ്സ് ആണ്. ക്യൂട്ട് സുഖിയല്ലേ? ഭംഗി കളിക്കല്ലേ? പിന്നക്കായ വലിയ നാലായി മുറിക്കണ്ടേ? കുട്ടിക്ക് അതെ താത്താന്റെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അവള് മാത്രം അങ്ങനെ വേണം എനിക്ക്. അമ്മ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം മീൻ കിട്ടും. അല്ലെങ്കിൽ ചിക്കനും ആലു പൊറാട്ടയൊക്കെ അവിടെ അല്ലാത്ത മീൻകറി എന്തിന്റെ കട ഇടിക്കല് സുലു. നമ്മൾ അനുമോള് വന്നിട്ടുണ്ട്. നജിത ഇൻ പർദ. നജിത ഇൻ പർദയാണ്. നജിത പർദ മാത്രല്ല ഇത് ബീഫ് മന്തിയോ? മൈ ഗോഡ്, ഇന്ന് ബീഫ് മന്തിയുമായിട്ടാണ് നജിത വന്നിട്ടുള്ളത്. എല്ലാരും വന്ന് നമ്മളെ ഷായിത്ത് ആസ് യൂഷ്വൽ നേരെ വൈകിട്ട് വരുള്ളൂ. സെലിബ്രിറ്റി എപ്പോഴും കുറച്ച് വൈകിട്ട്. സെലിബ്രിറ്റിനോട് അറിയാതെ പറഞ്ഞു നേരത്തെ കാലത്ത് കെട്ടിടുന്നത് അതിനാലൊന്ന് വൈകിച്ചു. ഓനെടുക്കണം അപ്പൊ കിട്ടുന്നില്ലേ? ഇപ്പൊ കിട്ടുന്നില്ല. അയ്യോ കുട്ടിയായോ? ബിഗ് ഗേൾ ആയ പോലെ ബിഗ് ആയോ? എന്നെക്കാൾ വലുത്. ഓൾ സെലക്ട് ചെയ്ത ഷൂസ് ആട്ടെ. ഈ ഷൂ വേണം. പിന്നെ ഇതിലേക്ക് ഇത് പറ്റൂലല്ലോ. ഇത് തോൾക്ക് വേണം. അതിനാട്ടോ ഞാനൊന്നും പറയുന്നു. സെലക്ട് ചെയ്തതാണ്. അപ്പൊ തന്നെ ഇത് കുപ്പായിട്ടേക്കുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ആടുന്നു. ഇങ്ങനെ കാർട്ടൂൺ കണ്ടിട്ടില്ലേ? ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നോമ്പ് തുറന്നാലെന്താണ് 24 പറയും. അങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലാക്കി മാംഗോ പൈനാപ്പിൾ ഒക്കെ ഉണ്ട്. ഗായ്സ് നോമ്പ് ഹെൽത്തിക്കാണ്. പക്ഷെ നമ്മളിപ്പോ നിർത്താൻ പറ്റും.
വർഷം സാരില്ല. അറിയാതെ കുട്ടി പിസയും കുട്ടിനെടുത്തിട്ടൊക്കെ അങ്ങോട്ട് നോമ്പ് തുറന്നുകൊടുത്താണ് ശരി. അമ്മ എന്തെങ്കിലും അല്ലല്ലോ എപ്പോഴും സത്യം പറയാലോ, ഈ നോമ്പിന് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. അപ്പം മര്യാദക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സുൽത്താൻ്റെ വീട്ടിലെ നോമ്പുതറയുടെ വിശേഷങ്ങളായിട്ടോ. ഞങ്ങളെല്ലാവരും പിന്നെ രാത്രി ബീഫ് മന്തിയും പുട്ടും നൂൽപുട്ടും ബീഫും എല്ലാം കൂടി കൂട്ടി അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഞാൻ വേറെ വിശേഷം കാണിച്ചു തരാം കേട്ടോ. ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ നോമ്പിനെ കണ്ട് സുലുദ്ദീൻ ജാസ്മിൻകുട്ടി നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പട്ടാമ്പിയിൽ. അന്ന് ഞങ്ങൾ ചെറുതായിട്ട് കുഞ്ഞു നോമ്പുതറയുടെ വിശേഷങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏപ്രം കാണാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ തോർത്തൊക്കെ കെട്ടിയ. പിന്നെ ആ ഡ്രസ്സ് ഭയങ്കര ലൈറ്റ് കളറല്ല, അതിലാവണമെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ആ ഒരു ഡ്രസ്സ് കേട്ടോ. ഇത് ഞാൻ ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡ്രസ്സ്. ഇതിലത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി, ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ചോപ്പർ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സെയിം പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഇല്ല. പക്ഷേ ഇതുപോലത്തെ ഇഷ്ടംപോലെ ചോപ്പേഴ്സ് ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നോമ്പായപ്പോൾ ഞാൻ വീണ്ടും എടുത്തതാണ്. കാരണം ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ സമൂസൻ്റെ മസാല ഉണ്ടാക്കിയതായിരുന്നു. ഇനി ഞാനും സുലത്തും കൂടിയിട്ട് സമൂസ ഫുൾ സെറ്റാക്കി. സമൂസയും മുളക് ബജി അതാണ് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ അവിടെ സമൂസ പൊരിക്കാനുള്ളതാണ്. ഈ ഒരു അജ്മീർ ചുണ്ടിലത്തെ ഇപ്പോഴാണ് കൊറേ കണ്ണത്തിലാക്കൊണ്ട് സൂക്ഷിച്ചു. അപ്പൊ ചോക്കണം എൻ്റെ ചട്ടി അല്ലാതെ വേറെ സമൂസ കഴിഞ്ഞിട്ട് മുളക് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവും? അത് പേടിയാവില്ലേ? നമ്മൾ വീഗാലാൻഡിൽ പോകുമ്പോ നമുക്ക് വീഴൂല ഇതങ്ങനല്ലോ. ഇത് വെള്ളത്തിലൂടെ പോകണം. അതാണ് മാസ്റ്റർ പീസ്. എന്നിട്ട് ഈ കയറുമ്പോ ഞാൻ പിടിച്ചിട്ടേ കയ്യും നിവരൂല. പിന്നെ കാല് നമ്മൾ വെള്ളം കോച്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയിൽ കൂടെ നല്ല തള്ളലായിരുന്നു കേട്ടോ. പണ്ട് സുലുത്താനെ ഞങ്ങൾ എപ്പോഴും കളിയാക്കിയിരുന്നു. അവളെവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ എപ്പോഴും അത് തന്നെയായിരിക്കും. ഇന്ന് പോലപ്പോൾ ഞാനൊന്ന് പറഞ്ഞ് രണ്ടാകുമ്പോഴത്തേന് ഫുള്ള് മണാലിയാ. അപ്പോൾ ഞാൻ പോയ എല്ലാ വിശേഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ അവരോട് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു റിവർ റാഫ്റ്റിംഗ് നമ്മൾ ലാസ്റ്റാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പാക്കപ്പ് ചെയ്ത് പോരുകയാണ് ചെയ്തത്. അപ്പം ഇതെനിക്ക് അവരോട് ഷെയർ ചെയ്യാനുള്ള സമയമേ കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് അവർ ചോദിച്ചത്. വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു റിവർ റാഫ്റ്റിംഗ് ചെയ്തത് തന്നെ അവരറിഞ്ഞത്. അപ്പോൾ ജാസ്മിനോട് ചോദിക്കായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും പറയായിരുന്നു എന്നൊക്കെ. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിലാണ് ഞാൻ ഈ പാരാഗ്ലൈഡിങ് ചെയ്തതും റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.
അപ്പോൾ കം ടു ദ പോയിന്റ്, നമുക്ക് മുളക് ബജി പൊരിക്കാം. അപ്പോഴേ ഈ മുളക് ബജിൻ്റെ ഉള്ളിനെ കട്ട് ചെയ്തിട്ട് അവളൊരു സ്റ്റഫിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊട്ടാറ്റോൻ്റെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ. പിന്നെ ഇതുപോലെ മുളക് ബജി മുക്കി പൊരിക്കുന്ന ടെക്നിക്ക് നിങ്ങളും കണ്ടിട്ടില്ലേ? ടെക്നിക്കൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ചട്ടി അത്ര നല്ലതായിരുന്നില്ല. ഇച്ചിരി ഒരു കുഴിയുള്ള ചട്ടിയിൽ ഇങ്ങനെ മുക്കി പൊരിക്കണമായിരുന്നു. അപ്പോഴാണ് അതിങ്ങനെ നല്ല വീർത്തൊക്കെ വരിക. ഇതിനൊരു സൈഡ് ഇങ്ങനെ ചതഞ്ഞിരിക്കും. അവസാനം അതൊന്നും കാലായി ഗൈസ്, അങ്ങനെ സുലുവിന് തരിക്കഴിഞ്ഞ് കാലായി. സന്തോഷം. ഇത് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തുണ്ടാക്കിയൊരു നോമ്പ് തുറല്ലായിരുന്നു കേട്ടോ. അന്ന് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് സുലുത്തൊക്കെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ ജാസിക്കുട്ടിയും ജസ്റ്റ് വന്നു. അങ്ങനെ ഇനി പട്ടാമ്പി വീട്ടിൽ നോമ്പ് തുറ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു മൂടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു നോമ്പ് തുറ ഉണ്ടാക്കാനുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു മാനസികാവസ്ഥ ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പം അവിടെയൊക്കെ ഓക്കെയാണ്, ഇക്കാൻ്റെ അവിടെയൊക്കെ. പക്ഷെ എന്നാലും എവിടെയൊക്കെ ഒരു കുഞ്ഞു ടെൻഷൻ. അങ്ങനെ ഈ വെക്കേഷന് പോകണമെന്നൊക്കെ വിചാരിച്ചല്ലേ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നടക്കണ്ടാവില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ.